ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കൊണ്ടുവന്നിരുന്നു. നമ്മൾ ഈ ചാനലിൽ കൂടുതലായിട്ടും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ബ്യൂട്ടി സംബന്ധമായ കാര്യങ്ങളാണ്. അതായത് സ്കിന്നിന്റെയും ഹെയറിന്റെയും എന്ത് ഡൗട്ട് വേണേലും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ നമ്മുടെ അടുത്ത് ചോദിക്കാവുന്നതായിരിക്കും. ഞാൻ ഫ്രീ ആവുന്ന ടൈമിൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കൃത്യമായിട്ട് തരുന്നതായിരിക്കും. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ എടുത്ത് തരുമെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പം നമ്മളൊരു ചാനൽ ആരംഭിക്കുമ്പോൾ ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആവും. അതുപോലെ നമ്മൾ ഈ ചാനലിൽ ഫ്രീ ആയിട്ട് 30 ഡേയ്സ് ബ്യൂട്ടീഷ്യൻ ക്ലാസ് കൊണ്ടുവരുന്നുണ്ട്. ഫീസ് ഇല്ലാതെയൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അതേപോലെ ഷോപ്പിലുള്ള സർവീസുകളുടെ അപ്ഡേഷൻസ് നമ്മൾ ഇതിൽ കൊണ്ടുവരുന്നതായിരിക്കും. വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, പലരിലേക്കും ഷെയർ ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും. കോഴ്സ്, അതായത് നമ്മൾ ബേസിക് ബ്യൂട്ടീഷ്യൻ കോഴ്സാണ് ആദ്യം കൊണ്ടുവരുന്നത്. അതിൽ നമ്മൾ 30 സർവീസിന്റെ പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. തിയറിയും പ്രാക്ടിക്കലും നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ആഴ്ചയിൽ 3 ദിവസമായിരിക്കും നമ്മുടെ വീഡിയോ വരുന്നത്. അതായത് ക്ലാസ് ഉണ്ടായിരിക്കുന്നത് മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ഉച്ചയ്ക്ക് 3 മണിക്കായിരിക്കും നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ചാനലായിരിക്കും. ടിൻസിൽ വരുന്നത് ഫസ്റ്റ് ത്രെഡിങ് ആണ്, സെക്കൻഡ് വാക്സിങ് വരുന്നുണ്ട്, ഡീറ്റാൻ അല്ലെങ്കിൽ ബ്ലീച്ചിനെ കുറിച്ച് വരുന്നുണ്ട്, മാനിക്യൂർ, പെഡിക്യൂർ, ക്ലീനപ്പ്, ഫേഷ്യലും, അതുപോലെ ഹെയറിന്റെ ടൂൾസ്, ഓരോ മെഷീൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ക്ലാസ് ഓരോ പോർഷൻസ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതേപോലെ ഹെഡ് മസാജ്, ഹെയർ സ്പാ, സ്മൂത്തനിങ്, സ്ട്രെയിറ്റനിങ്, അതേപോലെ അഡ്വാൻസ് ഹെയർ ട്രീറ്റ്മെന്റ്സ് നമ്മൾ ഷോപ്പിൽ കൊണ്ടുവരുന്ന ദിവസം അതും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത്. മാക്സിമം എല്ലാവരും ക്ലാസ്സിൽ പങ്കെടുക്കുക. പോർഷൻസിൽ ഫസ്റ്റ് വരുന്നത് ത്രെഡിങ് ആണ്. ത്രെഡിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ ഫേസിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ത്രെഡിങ്. അപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ഏറ്റവും കൂടുതൽ കെയർഫുൾ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ത്രെഡിങ് തന്നെയാണ്. നമ്മുടെ ത്രെഡിങ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലയന്റ് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ എന്ത് സർവീസിനും പിന്നെ വരുന്നതായിരിക്കും. ത്രെഡിങ് മോശമാണെന്നുണ്ടെങ്കിൽ പിന്നെ ക്ലയന്റ് നമ്മുടെ ഷോപ്പിലേക്ക് പോലും വരില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഐബ്രോ ത്രെഡിങ്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ്, ഫസ്റ്റ് നമുക്ക് വേണ്ടത് ത്രെഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ത്രെഡാണ്. ഇതാണ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന ത്രെഡ്. ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഇത് ഒന്നുകൂടെ കാണിക്കുന്നത്. നമ്പർ 40 ആണ് സാധാരണ യൂസ് ചെയ്യുന്ന ത്രെഡ്. ഇതാണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് ടാക്കം പൗഡർ ആണ്. പിന്നെ ചെറിയൊരു സിസർ വേണം, ഐബ്രോ ബ്രഷ് വേണം. ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ കോംബ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഐബ്രോ ബ്രഷ് വേണം, ചെറിയൊരു മിറർ വേണം. പിന്നെ നമുക്ക് വേണ്ടത് മോയ്സ്ചറൈസർ, അല്ല അലോവേര ജെല്ല്, ടോണർ, അങ്ങനെ എന്തെങ്കിലും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടൂൾസ് ആയിട്ട് വേണ്ടിയുള്ളത്. ഇനി നമുക്ക് ത്രെഡ് എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെ ത്രെഡ് എടുക്കുക. അതിനുശേഷം നമ്മുടെ വായിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നമ്മളിത് അടിച്ചു പിടിക്കുക. ഇങ്ങനെ. അതിനുശേഷം നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഒരു വശത്തേക്ക് കടിച്ചു പിടിക്കുക. അതിനുശേഷം നമ്മൾ നൂലിനെ ഇങ്ങനെ പിടിച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ 3 മുതൽ 5 വരെ ഇങ്ങനെ ചുറ്റുക. അതിനുശേഷം നമ്മുടെ ഈ ലെഫ്റ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡ് ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു വിരൽ കൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുക. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ചിരട്ട ഉണ്ടല്ലോ, കോക്കനട്ട് ഷെല്ലായ ചിരട്ടയിൽ നമുക്കിങ്ങനെ ഐബ്രോ വരയ്ക്കാം. വരച്ചതിന് ശേഷം നമുക്ക് ചിരട്ടയിൽ തന്നെ ചെയ്ത് പഠിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ത്രെഡിങ് ചെയറിൽ വെച്ച് വേണേലും നമുക്ക് ചെയ്ത് പഠിക്കാം. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഐബ്രോ എടുക്കാൻ. ഏറ്റവും കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഐബ്രോ എടുക്കുന്നത്. അതേപോലെ ഐബ്രോ ഇവിടെ വരുന്നത് 90 ഡിഗ്രിയാണ്, ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 45 ഡിഗ്രിയാണ്. ഇവിടെ എപ്പോഴും സ്ക്വയർ ആയിട്ടിരിക്കണം, ഇവിടെ 60 ഡിഗ്രി. അങ്ങനെ ആയിരിക്കണം. ഓരോ ഐബ്രോയും ഓരോ ഷേപ്പിലായിരിക്കും. നല്ല കെയർഫുൾ ആയിട്ട് ചെയ്യുക. നമ്മുടെ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ കുറെ കാര്യങ്ങൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പം ഇന്ന് എല്ലാവരും ത്രെഡ് പിടിക്കുന്ന രീതി കണ്ടല്ലോ. അപ്പൊ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ ആയിരിക്കും കൊണ്ടുവരുന്നത്. അപ്പൊ ഒരുപാട് ടിപ്സ് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവട്ടെ. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. ഇന്ന് നമ്മൾ പഠിച്ചത് ത്രെഡിങ് പിടിക്കുന്ന രീതിയാണ്. അതേപോലെ ത്രെഡിങ്ങിന്റെ ടൂൾസും ബ്യൂട്ടീഷ്യൻ ക്ലാസ്സിന്റെ പോർഷൻസും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചത്. ഇനി നെക്സ്റ്റ് ക്ലാസ് വരുന്നത് ത്രെഡിങ്ങിന്റെ ടിപ്സ് ആണ്. പ്രാക്ടിക്കൽ ആയിരിക്കും നമ്മൾ കാണിക്കുന്നത്. എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന ഒരു വീഡിയോ ആയി മാറട്ടെ. സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.